നിതീഷ് കുമാർ എൻ.ഡി.എ സഖ്യത്തിലേക്ക് പോകുന്നുവെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് ജെ.ഡി.യു. ഇന്ത്യ സഖ്യത്തിൽ തുടരുമെന്നും സീറ്റ് വിഭജനം സംബന്ധിച്ച് കോൺഗ്രസ് ആത്മപരിശോധന നടത്തണമെന്നും ജെ.ഡി.യു ആവശ്യപ്പെട്ടു. അതിനിടെ നിതീഷ് കുമാറിനെ എൻ.ഡി.എയിലേക്ക് എത്തിക്കാനുള്ള നീക്കം ബി.ജെ.പി ശക്തമാക്കി. ദില്ലിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ സംസ്ഥാന നേതാക്കളുമായി ചർച്ചകൾ നടന്നു. ബീഹാറിൽ വീണ്ടും ജെ.ഡി.യു ബി.ജെ.പി സഖ്യം അധികാരത്തിൽ വരുമെന്ന അഭ്യൂഹങ്ങൾക്ക് പിന്നാലെ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. നിതീഷ് കുമാർ രാജിവെച്ച് എൻ.ഡി.എയുടെ ഭാഗമാകുമെന്നും വീണ്ടും അധികാരത്തിൽ എത്തുമെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ. ഇതിനിടെ നിതീഷ് കുമാർ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടത് രാജിവെക്കാനാണെന്ന അഭ്യൂഹങ്ങൾ ശക്തിപ്പെട്ടു. എന്നാൽ റിപ്പോർട്ടുകൾ നിഷേധിച്ചുകൊണ്ട് ജെ.ഡി.യു രംഗത്തെത്തി. ഇന്ത്യ സഖ്യത്തിൽ തുടരുമെന്ന് ജെ.ഡി.യു സംസ്ഥാന അധ്യക്ഷൻ ഉമേഷ് കുശ്വാഹ അറിയിച്ചു. എന്നാൽ സീറ്റ് വിഭജന കാര്യത്തിൽ കോൺഗ്രസ് ആത്മപരിശോധന നടത്തണമെന്ന് ജെ.ഡി.യു ആവശ്യപ്പെട്ടു. ഞായറാഴ്ച ജെ.ഡി.യു യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിനിടെ കോൺഗ്രസിന്റെ 10 എം.എൽ.എമാർ ബി.ജെ.പിയിലേക്ക് ചേക്കേറുമെന്ന വാർത്തകളും പുറത്തുവന്നു. വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ചൂണ്ടിക്കാട്ടി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് ഷക്കീൽ അഹമ്മദ് ഖാൻ രംഗത്തെത്തി. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തിയിരിക്കെ നിതീഷ് കുമാറിനെയും ജെ.ഡി.യുവിനെയും പാളയത്തിലെത്തിക്കാനുള്ള നീക്കം ശക്തമാക്കുകയാണ് ബി.ജെ.പി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ, ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷ് എന്നിവർ ദില്ലിയിൽ യോഗം ചേർന്ന് ബീഹാറിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി. ശനിയാഴ്ച ബീഹാറിൽ ബി.ജെ.പിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും വിളിച്ചിട്ടുണ്ട്. ജെ.ഡി.യുവിൻ്റെ പ്രതികരണത്തോടെ അഭ്യൂഹങ്ങൾക്ക് വിരാമമായെങ്കിലും എം.എൽ.എമാരുടെ യോഗം വിളിച്ചു ചേർത്തടക്കമുള്ള ജെ.ഡി.യുവിൻ്റെ നീക്കവും സഖ്യമാറ്റ സാധ്യത തള്ളിക്കളയാനാവില്ലെന്നാണ് റിപ്പോർട്ട്. കൈരളി ന്യൂസ്, ദില്ലി.